പ്രിയ തൊടുന്നത് പൊന്നാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ തൊടുന്നതല്ല. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണല്ലോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ADGP MR അജിത് കുമാർ പോയിട്ടുണ്ട്. ഇപ്പോൾ ശബരിമല യാത്ര അതാണ് പറയാൻ വന്നത്. ആ ശബരിമല യാത്രയും വലിയ വിവാദത്തിലേക്ക് പോവുകയാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? അതെ, ശബരിമലയിൽ പുള്ളി എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഈ അടുത്ത് പോകുന്നുണ്ട്. കാരണം ദൈവാധീനത്തിന്റെ കുറവാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഏതോ ജ്യോത്സ്യം പറഞ്ഞു കൊടുത്തതിന്റെ ഫലമായിട്ടായിരിക്കണം. അഷ്ടമത്തെ ശനിയാണ് ആയിരിക്കും. അതാ കണ്ടക ശരിയാണെന്ന് അറിയാം. കണ്ടക ശരിയാണെങ്കിൽ കൊണ്ടേ പോകുള്ളൂ, അതാണ് അവസ്ഥ. അപ്പോൾ അജിത് കുമാറിന് ഇപ്പൊ ക്ഷേത്ര ദർശനങ്ങളൊക്കെ ആയിരുന്നു. ഒരുപാട് ക്ഷേത്രങ്ങളിലെല്ലാം പോയി, ഇടയ്ക്ക് ഗുരുവായൂരൊക്കെ പോയിരുന്നു. അപ്പൊ ഇങ്ങനെ ക്ഷേത്ര ദർശനം എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കുമാണ് ശബരിമലയിൽ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നവഗ്രഹ പ്രതിഷ്ഠയുടെ ഭാഗമായിട്ടുള്ള മാളികപ്പുറത്തുള്ള നവഗ്രഹ പ്രതിഷ്ഠയായിട്ടുള്ള അവിടുത്തെ പൂജയൊക്കെ നടക്കുന്ന സമയത്താണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാത്ത സമയമാണ്. അപ്പോൾ അയ്യപ്പനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ മല കയറാൻ പോയി. ഏതാണ്ട് നമ്മൾ സാധാരണഗതിയിൽ പമ്പയിൽ ചെന്ന് ഇറങ്ങി പമ്പ ഗണപതി ക്ഷേത്രം വഴി നേരെ പടി കയറി മുകളിൽ ചെന്ന് അവിടെ നടന്ന് നേരെ പന്തളം രാജാവിൻ്റെ പ്രതിഷ്ഠയുടെ അവിടെ വഴി താഴെ ഇറങ്ങുമ്പോഴത്തേക്കും വഴി രണ്ടായിട്ട് പിരിയും. ഒന്ന് ശബരിപാത, ഒന്ന് സ്വാമി അയ്യപ്പൻ റോഡ്. അപ്പോൾ പുള്ളി നേരെ സ്വാമി അയ്യപ്പൻ റോഡ് വഴി നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ അതുവഴിയാണ് ട്രാക്ടറൊക്കെ പോകുന്നത്. അപ്പോൾ അവിടുന്ന് ട്രാക്ടർ വന്നു. അപ്പോൾ CCTV കഴിഞ്ഞ ഭാഗം എത്തിയപ്പോൾ ഇതവിടെ കരിക്ക് വെട്ടി കൊടുക്കുന്ന സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നിലോട്ട് ഇരുന്നപ്പോൾ ചെറിയ അരുവി ഒഴുകുന്നുണ്ട്. അത് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ട്രാക്ടർ വന്നു. പുള്ളി പോലീസിൻ്റെ ട്രാക്ടറാണ്. നേരെ അതിൽ കയറുന്നു. നേരെ സന്നിധാനത്തേക്ക് പോകുന്നു. ഏതാണ്ട് നമ്മുടെ ചെരുപ്പൊക്കെ വയ്ക്കുന്ന ആ ഭാഗത്തിന് നടപ്പന്തലെത്തുന്നതിന് മുമ്പായിട്ടുള്ള ആ ഭാഗത്തെത്തിയപ്പോഴത്തേക്ക് പുള്ളി ഇറങ്ങി പിന്നെ നടന്നുപോയി. അപ്പോൾ അന്ന് വിവാദമായി. ഇത് ആരോ ഫോട്ടോ എടുത്തിട്ട് ശബരിമല ദേവസ്വം കമ്മീഷണർക്ക് അയച്ചു കൊടുത്തു. ദേവസ്വം കമ്മീഷണർ ഇത് കണ്ടിട്ട് നേരെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് കൊടുത്തു. ദേവസ്വം ബെഞ്ച് പിടിച്ചിട്ട് ചോദിച്ചത് എന്താ സംഭവം, എന്തിനാണ് ഇങ്ങനെ യാത്ര ചെയ്തതെന്ന് ചോദിച്ചു. ഇങ്ങനെ പോകാൻ പാടില്ലല്ലോ. ശബരിമലയിലെ ട്രാക്ടറുകൾ ചരക്ക് നീക്കത്തിന് മാത്രമുള്ളതാണ്. അപ്പോൾ പോലീസിൻ്റെ ട്രാക്ടറായ പോലും ചരക്ക് നീക്കത്തിന് മാത്രം ഉപയോഗിക്കുന്നതാണ്. സാധാരണഗതിയിൽ ആൾക്കാർ കയറാറില്ല. ആൾക്കാർ കയറുന്നവരെല്ലാം തന്നെ മല നടന്ന് കയറാറാണ് പതിവ്. ഇനി അഥവാ സുഖമില്ലെങ്കിൽ ആംബുലൻസിൽ പോകാൻ കഴിയും. പെട്ടെന്ന് സുഖമില്ലാത്ത ദേഹാസ്വാസ്ഥ്യമല്ലോ വന്നു കഴിഞ്ഞാൽ. അല്ല, ഇനിയിപ്പോൾ ശബരിമല നടന്ന് കയറാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഡോളിയുണ്ട്. ഈ ഡോളിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവർ പൈസ കൊടുത്താൽ അവർ കൊണ്ടുപോകും. 2000, 2500, 3000 രൂപയും കണ്ടാണ്. അജിത് കുമാർ പിന്നെ പൈസ ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യരൊന്നും അല്ലല്ലോ, ശമ്പളമൊക്കെ ഉള്ളതല്ലേ, IPS കാരനല്ലേ, ADGP. നിയമം വന്നതുപോലെ ഈ ഡോളി എടുക്കുന്നവരുണ്ടല്ലോ, അവരാണ് ഇത്തരത്തിൽ ആളുകൾ പോകുന്നത് കൊണ്ട് ട്രാക്ടറുകളിൽ പോകാൻ പാടില്ല, കോർട്ടിൽ പോകായിരുന്നു ഉത്തരവ് വാങ്ങിയതാണ് അവര്. അതെ, അവർ പോയിട്ടാണ് വാങ്ങുന്നത്. അവരുടെ വയറ്റത്തടിക്കുന്നത് കൊണ്ട്. അതെ, അതുകൊണ്ടാണ് അവർ ഈ പറയുന്നത് പരിപാടി ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നുകിൽ ഡോളി എടുത്ത് അതിൽ പോകാമായിരുന്നു. ഇല്ലെങ്കിൽ സുഖമില്ല, ബെഞ്ച് അതാ ചോദിച്ചത്. സുഖമില്ലെങ്കിൽ ആംബുലൻസ് വിളിച്ചുകൂടായിരുന്നു ചോദിച്ചു. ഇപ്പോൾ അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ വെളിയിൽ വന്നിരിക്കുന്നു. ആ CCTV ദൃശ്യങ്ങൾ വെളിയിൽ വന്നതോടുകൂടി പറയുന്നത് തനിക്ക് കാലുവേദനയായിരുന്നു. കാലുവേദനയായതുകൊണ്ടാണ് ആ ട്രാക്ടറിൽ കയറി പോയത് എന്നുള്ളതാണ്. അങ്ങോട്ട് പോയത് തിരിച്ചു വന്നത് ട്രാക്ടറിൽ തന്നെയാണ്. അതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് വെളിയിൽ വന്നിരിക്കുന്നത്. DGP വിശദീകരണം ആവശ്യപ്പെട്ടു. അങ്ങനെ വിശദീകരണം എഴുതി നൽകി. മല കയറുന്ന സമയത്താണ് ട്രാക്ടർ വന്നതെന്നും കാലുവേദന അനുഭവപ്പെട്ടതുകൊണ്ടാണ് ട്രാക്ടറിൽ കയറിയെന്നുമായിരുന്നു വിശദീകരണം. മെയ് 12-നാണ് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന പോലീസിൻ്റെ ട്രാക്ടറിൽ കയറി ADGP പോയത്. നമ്മൾ സാധാരണഗതിയിൽ അയ്യപ്പൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ നടന്ന് കയറി ഈ മലയെല്ലാം കയറി ചെന്ന് കഷ്ടപ്പെട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കുമാണ് അയ്യപ്പനെ കാണുന്നത്. നമ്മൾ ശബരി വീടവും കഴിഞ്ഞ് മരക്കൂട്ടവും എല്ലാം കഴിഞ്ഞ് അവിടെ ചെന്ന് നമുക്ക് ഈ പറയുന്ന വലിയ നടപ്പന്തലിൽ നിന്ന് ആഴിയിൽ നിൽക്കുന്ന അവിടുത്തെ അരയാലിൻ്റെ ചുവട്ടിലേക്ക് കയറുമ്പോൾ ഒരു ശീതളമായ കാറ്റ് വരും. രാവിലെ ആണെങ്കിൽ വൈകുന്നേരം അത് തന്നെയാണ്. അപ്പോൾ ആ കാറ്റിൻ്റെ തണുപ്പ് ഏൽക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ ക്ഷീണവും മാറുകയാണ്. പിന്നെ പരിപാവനമായ 18 പടികളും ചവിട്ടി കയറി അതിൻ്റെ ആ പറയുന്ന തത്വം എന്താണെന്ന് മനസ്സിലാക്കി നേരെ ചെന്ന് തത്വമസി എന്ന് വായിച്ചിട്ട് ചെന്ന് അയ്യപ്പനെ കാണുകയാണ് ചെയ്യുന്നത്. അഹം പൊരുളായ ഞാൻ തന്നെയാണ് നീ ആകുന്ന അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്. അവിടെ ഞാൻ തന്നെയാണ് നീ തന്നെയാണ്, ഞാനതിൽ വ്യത്യാസമൊന്നുമില്ല, അത് തന്നെയാണ് അദ്വൈത സിദ്ധാന്തവും പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭഗവാനെ ദർശിക്കുന്നതിൻ്റെ നിർവൃതി അറിയാനാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനധികം അടക്കം കഴിഞ്ഞ മണ്ഡലകാലത്ത് കറുപ്പെടുത്ത് ശബരിമലയിൽ പോയതാണ്. അദ്ദേഹം പോലും കറുപ്പെടുത്ത് ഈ നടന്നു കയറുക ചെയ്ത്. ഇടയ്ക്ക് BP കുറഞ്ഞപ്പോഴത്തേക്കും കയ്യിൽ കരുതിയിരുന്ന ഉപ്പിട്ട നാരങ്ങ വെള്ളം ഫ്ലാസ്കിൽ കരുതിയിരുന്നു, അത് കുടിച്ചു. എന്നിട്ട് വീണ്ടും മല നടന്നു കയറി. ഇതാണ് സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും ഈ പറയുന്ന ശബരിമല യാത്രയിലൊക്കെ ചെയ്യാറില്ല. ഇനി സുഖമില്ലാതായാലും ഇതിൽ പോവാം. പക്ഷെ അജിത് കുമാർ ചെയ്തത് ഇത്തരത്തിലാണ്. ഈ അജിത് കുമാറിന്റെ പ്രവൃത്തിയെ കാണുമ്പോഴത്തേക്ക് എന്താ ശരിക്കും തോന്നുന്നത്? അതൊരു യുക്തിപൂർവമായിട്ടുള്ള, അല്ലെങ്കിൽ അതൊരു
അതൊരു ശരിയായ രീതിയല്ല. അങ്ങനെയല്ല. ഇപ്പൊ പ്രിയൻ പറഞ്ഞ പോലെ എങ്ങനെയാണോ നമ്മളൊരു സന്നിധാനത്ത് എങ്ങനെയാണോ ചെല്ലുന്നത്, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പോയതാണ്, 2 തവണ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും പോകുമ്പോൾ അച്ഛൻ എന്നെ ഭസ്മക്കുളത്തിൽ കുളിപ്പിച്ചതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ എന്താ പറയുക, ഇനി എൻ്റെ ഒരു മനസ്സിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് ആ ഒരു പ്രായം എത്തണം. ആ ഒരു പ്രായം എത്തിയാൽ മാത്രമേ എനിക്ക് സന്നിധാനത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ അച്ഛനോട് പോലും പറയും, ഇനി ഞാൻ അതിന് കാത്തിരിക്കുന്നുണ്ട്. കാരണം എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ പോകും. കാരണം ചെറുപ്പത്തിൽ കിട്ടിയ ആ ഭസ്മക്കുളമാണ് എപ്പോഴും എൻ്റെ ഓർമ്മയിലുള്ളത്, പേട്ടതുള്ളലും. അപ്പൊ അതിൽ കിട്ടിയ ഒരു ഉള്ളിൽ കിട്ടുന്ന നമുക്കൊരു സ്പിരിച്വൽ ഒരു ഉള്ളിൽ കൊള്ളുമല്ലോ, നമുക്ക് ചില കാര്യങ്ങൾ ഉള്ളിൽ നമ്മൾ സ്വീകരിച്ചിട്ടാണ് അവർ വരുന്നത്. ഒരു ഓർമ്മ, ആ ഒരു ഓർമ്മയുണ്ട്, ആദ്യത്തെ ഒരു ഓർമ്മ കിട്ടുന്നതാണ്. അപ്പൊ ആ ഒരു ഇത് പോലുമില്ല. മൂപ്പർക്ക് എങ്ങനെയെങ്കിലും പോയി സന്നിധാനത്ത് പോയി ഇതൊന്ന് കണ്ടിട്ട് പോകണം. നമ്മളിപ്പോ പറഞ്ഞ പോലെ അഷ്ടമത്തിൽ ശനിയോ കണ്ടക ശനിയോ ഒക്കെ ആയിരിക്കാം, പുള്ളിക്ക് പോയി അവിടെ നിന്ന് ഇത് തൊഴുത് നമ്മൾ പറയില്ല വഴിപാടിന് വേണ്ടി ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതൊക്കെ പോലെയാണ്. ഈ പറയുന്ന ഉത്തരവ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം, ഈ ഡോളി കൊണ്ടുപോകുന്ന ആളുകളുടെ ഇത്തരത്തിലുള്ള അവർ പോയി നേടിയ ഉത്തരവുണ്ടെന്നുള്ള കാര്യമൊന്നും അജിത് കുമാറിന് അറിയാത്ത ഒരു കാര്യമല്ല. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു ADGP, എനിക്ക് തോന്നുന്നു ലോ ആൻഡ് ഓർഡർ തന്നെയല്ലേ, ലോ ആൻഡ് ഓർഡറിന്റെ തന്നെ ഒരു ADGP അതുകൊണ്ട് പുണ്യം പൂങ്കാവനം പദ്ധതിയൊക്കെ ഏതാണ്ട് താറുമാറാക്കുകയും ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണല്ലോ. അപ്പൊ മൂപ്പർക്ക് മനഃപൂർവ്വമായിട്ട് തന്നെ ചെയ്തതുപോലെ എനിക്ക് തോന്നിയത്. അറിഞ്ഞുകൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഒരു വിശുദ്ധിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല അത് നടത്തിയിരിക്കുന്നത്. അങ്ങനെ പോകാനുള്ള ഒരാളായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നടന്നു തന്നെ ആ സന്നിധാനത്തേക്ക് എത്തുമായിരുന്നു. നമ്മളൊരു കാര്യത്തിൽ നമ്മൾ എല്ലാ കാര്യത്തിനും ഇതൊരു രീതിയാണ്, മാനസികമായിട്ടുള്ളൊരു കാര്യം. നമ്മൾ ഒരു കാര്യം കൃത്രിമമായിട്ട് ചെയ്ത് ശീലിച്ചാൽ, നമ്മൾ ഒരിടത്ത് അഴിമതി കാണിച്ചാൽ നമ്മൾ മറ്റൊരിടത്ത് അഴിമതി കാണിക്കും എന്ന് പറഞ്ഞ പോലെ, ഇല്ലെങ്കിൽ ഈ പറയുന്ന ഒരിടത്ത് കൃത്രിമം കാണിച്ചാൽ നമ്മൾ ഒരിടത്ത് അങ്ങനെ ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരിക്കൽ കട്ടവൻ എന്നും കള്ളനായി പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതുപോലെയാണ് എനിക്ക് അതുപോലെ തോന്നുന്നത്. അതായത് അങ്ങനെ ശീലിച്ചു പോയി, ശീലിച്ചു പോയി എളിയാന്ന് പറയില്ലേ, മറ്റേ അടിച്ചു മാറ്റും. അതുപോലെയാ ഈ പറയുന്ന ആ ശബരിമലയിൽ പോകാൻ ഭഗവാന്റെ മുമ്പിലല്ലേ പോകുന്നത്, അവിടെയെങ്കിലും ആത്മാർത്ഥത കാണിക്കണ്ടേ? അതില്ലല്ലോ, അതെന്തിനാണുള്ളത്? അത് മൂപ്പർക്കുള്ളത് അവനവന്റെ പോക്കറ്റിലേക്ക് കാര്യങ്ങൾ വരുന്നതിൽ മാത്രമായിരിക്കും നമുക്ക് അത് ഒരിക്കലും ഈ പറയുന്ന ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക. പിന്നെ എന്തിനാ പോകുന്നത്? ഇത് മനസ്സിലാകാത്ത ആളാണെങ്കിൽ എന്തിനാണ് പോകുന്നത് എന്നുള്ളതാണ്. ഭഗവാന്റെ തത്വം മനസ്സിലാക്കുകയും ഭഗവാൻ എന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ കഴിയില്ല. നമ്മൾ അവിടെ പരാജയപ്പെടും. ഇല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ മുമ്പിലെങ്കിലും ഓപ്പണപ്പാവണം, ഭഗവാന്റെ അടുത്തെങ്കിലും നമ്മൾ ഓപ്പണപ്പാവണം. എന്നിട്ട് പറയണം, ഭഗവാനെ ഞാൻ ഈ പറയുന്ന കൊള്ളരുതൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും ഞാൻ സത്യസന്ധനാണ്. ആ ഒരൊറ്റ കാര്യമെങ്കിലും ചെയ്യണം. നിന്നോടുള്ള കണക്ഷൻ അത്രയും ഞാൻ ഈ പറയുന്ന പ്രായോഗിക ലോകത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലേ ഇങ്ങനെ ജീവിക്കാൻ കഴിയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതൊന്നും റീസൺ അല്ലെങ്കിൽ കൂടിയും പക്ഷെ ഞാൻ ഇതൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഭഗവാന്റെ മുമ്പിൽ, ഭഗവാന്റെ അടുത്ത് ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ഞാൻ 100% ഞാൻ പൂർണ്ണ സമർപ്പണത്തിലാണ്. ഭഗവാന്റെ മുമ്പിൽ വേറെ ഒന്നുമില്ല. എനിക്ക് ഞാൻ ചെയ്ത കാര്യങ്ങൾ മൊത്തം പോട്ടെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അങ്ങയിൽ സമർപ്പിച്ചിരിക്കുമ്പോൾ ഞാൻ അവിടെ ശരിയാണ്, അവിടെ ഞാൻ ഒരു തെറ്റിച്ച് കാണിക്കില്ല. പക്ഷെ അവിടെയും പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാനുള്ള ഒരു ആത്മവിശ്വാസം ഇല്ല എന്ന് കണക്കൂട്ടേണ്ടി വരില്ലേ? അത് പറയാൻ ഭഗവാനോട് പോലും, ഇപ്പോൾ ഭഗവാൻ അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു പ്രതീതിയാണ്, നമ്മുടെ ഒരു വിശ്വാസമാണ്. നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയുമ്പോൾ പ്രിയ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ പ്രിയനെ നേരെ തിരിച്ചു പറയാൻ പറ്റും. പക്ഷെ ഇത് നമ്മുടെ ഒരു കണക്ഷൻ വിത്ത് ഇതാണല്ലോ, എനർജിയാണ്. ആ എനർജിയുടെ അടുത്ത് പറയാൻ പോലും ഒരു ധൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം അതപ്പതിച്ചു പോയി. അതായത് ജെനുവിനിറ്റി എന്ന് പറയുന്നത്, സത്യസന്ധത എന്ന് പറയുന്നത്, നമ്മൾ ഒരിടത്ത് സത്യസന്ധത കാണിച്ച് ശീലിച്ചാലേ എല്ലായിടത്തും സത്യസന്ധത കാണിക്കാൻ കഴിയുള്ളൂ. ഒരിടത്ത് നമ്മൾ കള്ളം ചെയ്താൽ മറ്റൊരിടത്ത് നമുക്ക് കള്ളം ചെയ്യാനുള്ള സ്വാഭാവികമായ ടെൻഡൻസി വന്നു. അതുപോലെ തന്നെ ഞാൻ കള്ളം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ ഇരിക്കുന്ന ആളും കള്ളം ചെയ്തു എന്നുള്ള ഒരു പേടിയിലായിരിക്കും ഞാൻ ഇരിക്കുന്നത്. ഈശ്വര, അപ്പം എൻ്റെ പരിപാടി പിടിക്കും എന്ന്. അപ്പം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കാണിച്ചാലും ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാനല്ല, ഇങ്ങനെയല്ല ഭഗവാനെ, ഞാൻ നിൻ്റെ അടുത്ത് പൂർണ്ണ സമർപ്പണത്തിലാണ്, പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റഡ് ആണ്, അങ്ങയോട് ഞാൻ ഞാൻ അങ്ങയിൽ അർപ്പിക്കുന്നു, എൻ്റെ എല്ലാ തെറ്റുകളും പുറത്തു തരണം, ഞാൻ അങ്ങയോട് ആത്മാർത്ഥമായി സത്യസന്ധനായിരിക്കും, ഞാൻ അവിടെ ഈ പരിപാടി കാണിച്ചിട്ടുള്ളത്. അപ്പം നമ്മളെന്താ ഭഗവാന്റെ അടുത്ത് പൂർണ്ണമായി സമർപ്പിക്കുക. അതാണ് നമ്മൾ ഭഗവാന്റെ അടുത്ത് എത്തുമ്പോൾ കരഞ്ഞു പോകുന്നത്. എൻ്റെ എല്ലാ ഭാവം അതായത് ഞാൻ എന്ത് ചിന്തിക്കാൻ പോകുന്നു എന്നറിയാന്നുള്ള ആളാണ് ഭഗവാൻ. ദൈവം അതാണല്ലോ. എൻ്റെ ചിന്ത എന്ന് പറയുന്നത് ഒരു അമ്മയ്ക്ക് കുഞ്ഞിനെ എടുത്ത് വെക്കുമ്പോൾ കുഞ്ഞിൻ്റെ ആവശ്യം എന്തെന്ന് അറിയുന്നത് പോലെ അത്രയേറെ നിർമ്മലമായിട്ട് ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ഭഗവാൻ അറിയാം ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചിന്തിക്കും,
ഞാൻ ഇനി എന്ത് ചിന്തിക്കും എന്നുള്ളത് പോലും, ഭാവിയിൽ എന്ത് ചിന്തിക്കും എന്നുള്ളത് പോലും ഭഗവാൻ അറിയാം. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ ഈ പറയുന്ന ഉടായിപ്പുകൾക്കൊന്നും നിൽക്കില്ല. എനിക്ക് സുഖമില്ലെങ്കിലും ഞാൻ കയറും, അഥവാ തീരെ വയ്യ ഞാൻ വീണ് പോകുമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അടുത്ത് പറയാം ഞാൻ ഡോളി വിളിച്ചു വരാം, ഇല്ല എനിക്ക് തീരെ വയ്യ എനിക്ക് ആംബുലൻസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആംബുലൻസ് കയറി വരാം, അതും ഭഗവാൻ ക്ഷമിക്കും. അല്ലെങ്കിൽ ഭഗവാൻ അത് സ്വീകരിക്കും. എന്ത് സ്വീകരിക്കും ഭഗവാന്റെ അടുത്ത്? ഭഗവാൻ എന്താ നമ്മൾ അർപ്പിക്കാൻ നേരത്തെ എന്താ കൊടുക്കുന്ന? ഭഗവാന് സ്വർണവും പണവും ഒന്നും വേണ്ട, പുഷ്പം പത്രം ഫലം തോയം എന്നാ പറയുന്നത്. വെള്ളം, ഇല, പൂവ്, ഇല്ലെങ്കിൽ ഫലം, ഇങ്ങനെ എന്തെങ്കിലും കഴിയുന്ന എന്താണോ, കിട്ടുന്ന എന്താണോ. നമുക്ക് ഈ പറയുന്ന ശബരിയുടെ തന്നെ കഥ അറിയാമല്ലോ. ശബരി ശ്രീരാമ ഭഗവാന് കടിച്ച് മധുരമുണ്ടെന്ന് ഉറപ്പ് നോക്കിയ ഞാവൽ പഴങ്ങളാണ് കൊടുത്തത്, ഒരാളുടെ ഉച്ഛിഷ്ടമാണ് കൊടുക്കുന്നത്. ഭഗവാൻ അത് സ്വീകരിക്കുകയാണ്. കാരണം ആത്മാർത്ഥമായിട്ട് എന്ത് കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കും എന്നുള്ളത്. അപ്പോൾ അവിടെ ആത്മാർത്ഥത ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ ഭഗവാനിലേക്ക് സമർപ്പിക്കാൻ പോകുന്നത് ADGP അല്ല, പ്രധാനമന്ത്രിയല്ല, ഇനി ലോക പ്രധാനമന്ത്രി, ലോക പ്രസിഡന്റും ആയിക്കോട്ടെ, ആരായാലും ശരി തന്നെ ഭഗവാന്റെ മുമ്പിൽ എന്താണ് എന്നുള്ള ആത്മജ്ഞാനം ഉണ്ടായിട്ട് വേണം ഈ പരിപാടിക്ക് ഇറങ്ങാൻ. ഇല്ലെങ്കിൽ കോടതി ചെവിക്ക് പിടിക്കും, ഇല്ലെങ്കിൽ നാട്ടുകാരയ്യേ എന്ന് പറയും.